Good afternoon. Good afternoon, ma'am. Okay. So prayer. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. So prayer ആരാണ്? Ma'am, I am ready. Okay, പേരെന്താ? Farsana. പരിസാന. Okay, പരിസാന. They shall be showers of blessing. This is the promise of love. They shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy of round us so falling, but for the showers we plead. Mercy of round us so falling, but for the showers we plead. Okay, പരിസാന. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പേഴ്സണൽ ഹൈജീൻ ലാസ്റ്റ് ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേഴ്സണൽ ഹൈജീൻ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സോ ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ചെറിയൊരു ഡെഫിനിഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരുന്നു? സ്വച്ഛമായിട്ട് നല്ല വൃത്തിയായിട്ട് നമ്മൾ നിൽക്കുക. പിന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഡെയിലി ഹാബിറ്റ് ഡെയിലി നമുക്ക് ഹാബിറ്റുകൾ അല്ലേ ക്ലീൻ ആക്കി ഇരിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ശരീരത്തെ അസുഖങ്ങളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയും എന്താണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ് ആണ്, റൂട്ടീൻ ആണ് എന്ത് ഹൈജീൻ എന്ന് ഹൈജീൻ. പറയുന്നത്. പേഴ്സണൽ ഹൈജീൻ നോക്കിക്കോളൂ. പേഴ്സണൽ ഹൈജീൻ നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? പലതരത്തിലുള്ള ജംസുകൾ ഉണ്ട്. ഇപ്പൊ ബാക്ടീരിയ ആണെങ്കിലും വൈറസ് ആണെങ്കിലും ഇതെല്ലാം വളരുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യം ശരീരം ഒരുക്കി കൊടുക്കുന്നുണ്ട് അല്ലെ. ഇത് ശരീരത്തിനകത്ത് പല രീതിയിൽ അകത്തേക്ക് പ്രവേശിക്കാം അല്ലെ. കുടിക്കുന്ന വെള്ളത്തിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ വായുവിലൂടെ ആണെങ്കിലും ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതിനെ സ്പ്രെഡ് ചെയ്യാനും ഗ്രോ ചെയ്യാനും കഴിയുന്ന രീതിയിലുള്ള എല്ലാ സാഹചര്യങ്ങളും ശരീരം ഒരു എൻവയോൺമെന്റ്, അതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ശരീരം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങൾ പിടിപെടുന്നത്? ഏതെല്ലാം രീതിയിലായിരിക്കാം? പൊടിയിലൂടെ അസുഖങ്ങൾ വരും. ഓക്കെ, പൊടിയിലൂടെ വരുന്നുണ്ട്. അതെ, മുറിവുകളിലൂടെ. പിന്നെ മുറിവുകളിൽ മുറിവുകളിലൂടെ എന്താണ് ഇത്ര നേരത്തെ പറഞ്ഞ പോലെ ജംസുകള് ശരീരത്തിനകത്തേക്ക് കയറി പറ്റാറുണ്ട്. ഓക്കെ, മുറിവുകള്. പിന്നെ ഏതൊക്കെയാണ്? മലിനമായ ജലത്തിലൂടെ മലിനമായ ജലത്തിലൂടെ, അതേപോലെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെ അല്ലെ. തിളപ്പിച്ചാറിയ വെള്ളമല്ല കുടിക്കുന്നതെങ്കിൽ എന്താണ് അതിലൂടെയും ജംസുകൾ ശരീരത്തിനകത്തേക്ക് കയറിപ്പറ്റാനായിട്ട് എന്താണ് കാരണമാകുന്നുണ്ട്. ഇനി മറ്റെന്തെങ്കിലും രീതികളുണ്ടോ? ഓക്കെ, എയറിലൂടെ. വൃത്തിഹീനമായ ചുറ്റുപാടിലൂടെ. വൃത്തിഹീനമായ ചുറ്റുപാടുകളിലൂടെ, അതേപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡുകളിലൂടെ കയറിക്കൂടുന്നില്ലേ? നമുക്ക് അസുഖങ്ങൾ പിടിപെടുന്നില്ലേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും എന്താണ് ഒരാളുടെ ശരീരത്തിലേക്ക് ശരീരത്തിൽ അസുഖങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണമാകുന്നുണ്ട്. ഇനി മറ്റെന്തെങ്കിലും രീതികളുണ്ടോ? ഹ്യൂമൻ, സോയിൽ, അനിമൽസ്. ഓക്കെ, മൃഗങ്ങളിലൂടെ. ഓക്കെ, ഒരാളുടെ ശരീരത്തിൽ നിന്നും മറ്റൊരാളിലേക്ക് എന്താണ് ഇൻഫെക്ഷൻസ് പടരാനായിട്ട്, സ്പ്രെഡ് ചെയ്യാനായിട്ടും ചാൻസസ് ഉണ്ട് അല്ലെ. ഇപ്പൊ കൊറോണ അല്ലെങ്കിൽ എന്താണ് നിപ്പ വൈറസ് ഒക്കെ എങ്ങനെയാണ് ഒരാളെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളെ ശരീരം സാധ്യതയുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഒരു ബാക്ടീരിയ ശരീരത്തിനകത്ത് കയറി കഴിഞ്ഞാൽ എന്താണ് അതിന് വളരുന്നതിന് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ശരീരം ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ ഇത്തരത്തിൽ ഹെൽത്തി ഹാബിറ്റ്സുകൾ, നല്ല ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ സാഹചര്യങ്ങൾ എന്താണ് കുറക്കാനായിട്ട് കഴിയുന്നതാണ്. ശരീരത്തിനകത്തേക്ക് ഇത്തരത്തിലുള്ള ബാക്ടീരിയ ജംസുകൾ കയറുന്നത് ഒരു പരിധിവരെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്തെല്ലാം കാര്യങ്ങളാണ്? നമ്മൾ ഫോളോ ചെയ്യുന്ന ഹെൽത്തി ഹാബിറ്റ്സും ഹൈജീനും നമ്മളെ ഇത്തരത്തിൽ നിന്ന് ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഏതെല്ലാമായിരിക്കാം ആ ഹാബിറ്റ്സ്, ഹൈജീൻ?
നമുക്ക് പ്രോപ്പർ ഡെയിലി ഹാൻഡ് വാഷ്. പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക അല്ലെ. പുറത്ത് പോയി കഴിഞ്ഞ് വന്നാലും എന്താണ് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെയാണ് എസ്പെഷ്യലി വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരു ബാത്ത് എടുക്കേണ്ടതാണ് അല്ലേ. അതേപോലെ ഹാൻഡ് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യണം. ഫുഡ് കഴിക്കുന്നതിന് മുൻപും ശേഷം എന്താണ് കൈ പ്രോപ്പറായിട്ട് വാഷ് ചെയ്തിരിക്കണം. പിന്നെ എങ്ങനെയൊക്കെയാണ്, പിന്നെ എന്തൊക്കെ ഹൈജീനാ ശ്രദ്ധിക്കേണ്ടത്? ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പരിസരവും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം, എങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കും. വീടും പരിസരവും പരിസരവും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. ഓക്കെ, അതിലൂടെ എന്താണ് അസുഖങ്ങളെ ഒരു പരിധി വരെ തടയാവുന്നതാണ്. ഓക്കെ അതെ. പിന്നെ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ല വൃത്തിയോടെ പ്രിപ്പയർ ചെയ്യണം. ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അല്ലെ. നമ്മൾ എങ്ങനെയാണ് കുടിക്കുന്ന വെള്ളമാണെങ്കിലും കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും അറ്റ്മോസ്റ്റ് കെയർ എടുത്തിരിക്കണം വേണ്ടേ. അത്രത്തോളം ശ്രദ്ധയോടുകൂടി ആയിരിക്കണം ഇത്തരം ഫുഡുകൾ പാചകം ചെയ്യേണ്ടതും കഴിക്കേണ്ടതും. ഓക്കെ, അതിന് ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിലും എങ്ങനെയായിരിക്കണം പ്രോപ്പറായിട്ട് വാഷ് ചെയ്തായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈ അസുഖത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന റൂട്ടീൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഹാബിറ്റ്സുകൾ എന്തൊക്കെയായിരിക്കാം? നഖങ്ങളിൽ ചെളി പറ്റാണ്ട് നഖങ്ങൾ വെട്ടി എല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ. ഫിസിക്കൽ ഹെൽത്ത് നമ്മൾ എന്താണ് നല്ല ഫുഡ് കഴിക്കുക, നല്ല വാട്ടർ കുടിക്കുക, അതേപോലെ നീറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് വെയർ ചെയ്യുക. ഇതെല്ലാം ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഫിസിക്കൽ ഹെൽത്ത് മാത്രമാണ് ഒരാളുടെ ഹെൽത്ത് എന്ന് പറയുന്നത്? അല്ല. ഹെൽത്തിനും പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഫോളോ ചെയ്യണം ഒരു ഡെയിലി ലൈഫില്? നമ്മള് മെന്റൽ ഹെൽത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാം. അതേപോലെ മെഡിറ്റേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളും എന്താണ് നമ്മൾ ഡെയിലി ലൈഫിൽ ഒരു റൂട്ടീൻ ആയിട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഇതെല്ലാം എല്ലാ ദിവസവും എന്താണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം ഒരു ദിവസം ഓക്കെ ഹെൽത്തി ഹാബിറ്റ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇന്ന് ചെയ്തു നാളെ ചെയ്തു. ഓക്കെ, ഈ 2 ദിവസം ചെയ്താൽ നിങ്ങൾക്കൊരു അത് ഹെൽത്തി ഹാബിറ്റ്സ് ആയിട്ട് മാറും. അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുന്നുണ്ടോ? ഇല്ല, റുട്ടീൻ ആയിട്ട് റെഗുലർ ആയിട്ട് ചെയ്യണം. റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും ചെയ്യുമ്പോഴാണ് ഇതൊരു ഹാബിറ്റ്സ് ആയിട്ട് മാറുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നല്ല ശീലങ്ങള് ഫോളോ ചെയ്യുന്നതിലൂടെ ഈ നമുക്ക് നമ്മുടെ ശരീരത്തെ അസുഖങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ പ്രൊട്ടക്ട് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? എന്തോ സോ ശരീരത്തിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനും ഇത്തരത്തിലുള്ള ഹാബിറ്റ്സുകൾ ഹെൽത്തി ഹാബിറ്റ്സ് ആണെങ്കിലും ഫുഡ് ഐറ്റംസ് നല്ല നമ്മൾ കഴിക്കുന്ന ഫുഡ് ആണെങ്കിലും കുടിക്കുന്ന വെള്ളമാണെങ്കിലും എല്ലാം എങ്ങനെയായിരിക്കണം? ക്ലീൻ ആയിരിക്കണം അല്ലേ? ഓക്കെ, ഇനി പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പോ? വ്യക്തി ശുചിത്വം. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വൃത്തിയായിട്ടും എന്താണ് ഭംഗിയായിട്ടും നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുന്നതിനെയാണ് പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് അല്ലേ. അതിനെന്തൊക്കെ ചെയ്യണം? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇത് മാത്രം ഫോളോ ചെയ്താൽ നമുക്ക് എന്താണ് പേഴ്സണൽ ഹൈജീൻ ഉണ്ടാകുമോ? ഡെയിലി ബാത്ത്, ബ്രഷിങ്, ഇത് മാത്രം മതിയോ? നമ്മൾ വെയർ ചെയ്യുന്ന ഡ്രസ്സസ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എല്ലാം എങ്ങനെയായിരിക്കണം? നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? യോഗ എക്സസൈസ്. യോഗ എക്സസൈസ് ഓക്കെ, ഇതെല്ലാം ഫോളോ ചെയ്യണം. പിന്നെന്താണ്? ഹെൽത്തി നല്ല ഫുഡ് കഴിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഭക്ഷണത്തിന് മുൻപും ശേഷവും കൈ കഴുകുക. ഓക്കെ, പോസിറ്റീവ് തിങ്കിങ്, ഗുഡ് റിലേഷൻഷിപ്പ്. ഓക്കെ, ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഗുഡ് ബിഹേവിയർ. നല്ല പുറത്തേക്ക് പോകുമ്പോൾ പാദരക്ഷകള് ചെയ്യുക. ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഫോളോ ചെയ്യുന്ന ചില ആക്ടിവിറ്റീസുകളാണ് അല്ലെ. പേഴ്സണൽ ഹൈജീനിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ചില റൂട്ടീനാണ് ഇതെല്ലാം അല്ലെ, ആക്ടിവിറ്റീസുകളാണ്. അപ്പൊ ഇതിനെയാണ് പേഴ്സണൽ ഹൈജീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കുട്ടികളിൽ ഇത്തരം ശീലങ്ങൾ വളർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അവരെ ശീലിപ്പിക്കണം. ചെറുപ്പത്തിലെ ചെറിയ പ്രായത്തിലെ ഇത്തരം കാര്യങ്ങളിൽ പരിശീലനം നൽകിയിരിക്കണം. ഓക്കെ, അതിന് ആർക്കൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്?
പാരന്റ്സ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. ആണെങ്കിലും എന്താണ് പാരന്റ്സിനാണെങ്കിലും കുട്ടികളിൽ ഇത്തരം ശീലങ്ങൾ വളർത്തിയെടുക്കേണ്ടതിൽ വലിയൊരു പങ്കുണ്ട് അല്ലെ. നമ്മൾ പറയാറുണ്ട് ചെറിയ കുട്ടികളാണ്, അവരിപ്പോ എന്താണോ ശീലം, അവരെന്ത് കാര്യങ്ങളാണോ ഫോളോ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും മുതിർന്നു കഴിയുമ്പോഴും അവർ ഫോളോ ചെയ്യുന്നത്, അവരിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ചെറുപ്പത്തിലെ ഇത്തരം നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കേണ്ടത് പ്രാധാന്യമുള്ള കാര്യമാണ്. ഓക്കെ, ഇനി പല രീതിയിലുള്ള ശുചിത്വ ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹാബിറ്റ്സ് ഓഫ് ക്ലെൻലിനെസ്, എന്താണ് നീറ്റ്നെസ്സുമായി ബന്ധപ്പെട്ട ഹാബിറ്റ്സ് ഏതൊക്കെയായിരിക്കാം? ഹാബിറ്റ്സ് ഓഫ് ക്ലെൻലിനെസ്. ബ്രഷ്, ബാത്ത്. ഒരു കുട്ടിയില് ചെറുപ്പത്തിലെ വളർത്തിയെടുക്കുന്ന ഇത്തരം ശീലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് അവന്റെ പേഴ്സണാലിറ്റിയുടെ കൂടി ഭാഗമായിട്ട് മാറുന്നുണ്ട് അല്ലെ. ഇപ്പൊ പുറത്തു പോകുമ്പോ നല്ല നീറ്റ് ആയിട്ട് പോകുന്ന, നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകുന്ന ഒരു കുട്ടിയുണ്ട്. അതേപോലെ തന്നെ ഡ്രസ്സിങ് ഒന്നും അത്ര ശ്രദ്ധിക്കാത്ത ഒരു കുട്ടിയുണ്ട്. നമ്മൾ കൂടുതൽ ആരെയായിരിക്കും, കൂടുതൽ നമ്മുടെ അറ്റൻഷൻ പോകുന്നത് ആരിലേക്കായിരിക്കും? നല്ല നീറ്റായിട്ട് പോകുന്ന അല്ലെ. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന എല്ലാ ഹാബിറ്റ്സുകളും നമ്മുടെ പേഴ്സണാലിറ്റിയുടെ കൂടി ഭാഗമാണ് അല്ലെ. അപ്പൊ കുട്ടികളെ ചെറുപ്പത്തിലെ ഇത്തരം നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളവരാണ് പാരന്റ്സും ഈവൻ ടീച്ചേഴ്സും. ഓക്കെ, ദെൻ ക്ലീൻ ബോഡി സ്കിൻ. നെക്സ്റ്റ് പോയിന്റ് ആണ്, നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യണം, നമ്മുടെ ബോഡിയെ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. ഏതെല്ലാം രീതിയിൽ സൂക്ഷിക്കാം? നല്ല വൃത്തിയിൽ സോപ്പിട്ട് ബാത്ത്, ഡെയിലി ബാത്ത്, ഡെയിലി ബാത്ത് ചെയ്യുക. ഓക്കെ, ദെൻ രണ്ടു നേരം പല്ല് തേക്കുക, ഓക്കെ, ബ്രഷ് ചെയ്യുക. ദെൻ നെയിൽസ് ഒക്കെ പ്രോപ്പറായിട്ട് കട്ട് ചെയ്യാം, നെയിൽസ് പ്രോപ്പർ ആയിട്ട് കട്ട് ചെയ്യുക. ദെൻ ഹാൻഡ്സ് എല്ലാം വാഷ് ചെയ്യാം, എന്തോ ഹാൻഡ്സ് എല്ലാം വാഷ് ചെയ്യാം, ഹാൻഡ്സ് വാഷ് ചെയ്യുക. ദെൻ നീറ്റായ ഡ്രസ് ഇടുക. റെഗുലർ ആയിട്ട് ബാത്ത് ചെയ്യണം എന്ന് പറഞ്ഞു. ഡെയിലി എന്താണ് ബാത്ത് ചെയ്യണം. അതിലൂടെ ജെംസുകളെ ഒരു പരിധിവരെ സോപ്പ് യൂസ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ബോഡി ലോഷൻസ് യൂസ് ചെയ്യുന്നതിലൂടെ ഒരു പരിധിവരെ ജെംസുകളെ റിമൂവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അല്ലെ. ഇനി ശരീരത്തെ എങ്ങനെയെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കാം? ടോയ്ലറ്റിലെല്ലാം പോയാല് പ്രൈവറ്റ് പാർട്സ് നല്ല വൃത്തിയിൽ കഴുകാനും വേണ്ടിട്ട് ശീലം പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ എക്സ്ഫോളിയേഷൻ ചെയ്യണം അല്ലെ. എന്ത് ചെയ്യണം, നമ്മുടെ ശരീരത്തിലെ ഡെഡ് സെല്ലുകൾ റിമൂവ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, വൺസ് ഇൻ എ വീക്കെങ്കിലും എന്താണ് ഡെഡ് സെൽസിൽ റിമൂവ് ചെയ്യണം. സ്ക്രബിംഗ് മെത്തേഡ് ഫോളോ ചെയ്യേണ്ടതാണ്. ക്ലിയർ ആണോ? സ്ക്രബ് ചെയ്യേണ്ടതാണ്. ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി സ്ക്രബിങ് ചെയ്യാവുന്നതാണ്. ഇനി ശരീരത്തിന് ആവശ്യമായ മോയ്സ്ചർ വേണ്ടേ, ഈർപ്പം നിലനിർത്തേണ്ടതില്ലേ? അതിനെന്ത് ചെയ്യണം? നോറിഷ്മെന്റ് ചെയ്യണം. ഓയിൽ എന്തെങ്കിലും അല്ലെങ്കിൽ വാസ്ലിനോ പരത്തണം. ഓക്കെ, ബോഡി ലോഷൻ എന്തെങ്കിലും പരത്തണം. ചെയ്യാം. അതിലുപരി എന്താണ്, ആവശ്യത്തിന് വെള്ളം കുടിച്ചിരിക്കണം വേണ്ടേ? വേണം. ഹൈഡ്രേറ്റഡ് ശരീരം ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ പുറത്തു പോകുന്നവരാണെങ്കിൽ ശരീരത്തെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം? സൺസ്ക്രീൻ പരത്താം. ഫീറ്റ് ആൻഡ് ഹാൻഡ്. അംബ്രല്ലാസ് എടുക്കാം വെയിൽ കൊള്ളാതിരിക്കാൻ. ഓക്കെ, വെയിലിൽ നിന്ന് ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അംബ്രല്ലാസ് യൂസ് ചെയ്യാം. അതേപോലെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഇനി ഹെയറിനെ ആണെങ്കിലോ, മുടിയെ എങ്ങനെയെല്ലാം സംരക്ഷിക്കണം? ഒരാൾ പറയട്ടെ, കാര്യം കൂടി പറയുമ്പോ ക്ലിയർ ആവുന്നില്ല. മാം, മറ്റേ പ്രസന്റേഷൻ ഉണ്ടല്ലോ, പേഴ്സണൽ ഹൈജീനിന്റെ അല്ല, റൂൾസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ പ്രസന്റേഷൻ ആണ് കിടക്കുന്നത്. പ്രസന്റേഷന് പേഴ്സണൽ ഹൈജീനിന്റെ അല്ല. ഓക്കെ. നമ്മുടെ ഹെയറിനെ എങ്ങനെ ക്ലീൻ ആക്കി സൂക്ഷിക്കണം? ഹെയർ നല്ലോണം വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് വേണം. ചെയ്യണം വേണ്ടേ? കോംബ് ചെയ്യണം. അതേപോലെ ട്രിം ചെയ്യണം വേണ്ടേ? ഷാമ്പൂ, കണ്ടീഷണർ യൂസ് ചെയ്യാം. ഓക്കെ, ഷാംപൂ, കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഹെയറിന്റെ ഗ്രോത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിന്റെ എന്താണ് സ്ട്രെങ്ത്തിന് വേണ്ടി നമുക്ക് ഇത്തരത്തിലുള്ള ഓയിൽ മസാജ് ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി നെയിലാണെങ്കിലോ? നെയിൽ കട്ട് ചെയ്യണം. ഓക്കെ, ട്രിം ചെയ്യണം. ഓക്കെ, ദെൻ നെയില് നല്ല വൃത്തിയില് വാഷ്, ചളിയെല്ലാം ഇല്ലക്കുമ്പോ നല്ലോണം വാഷ് ചെയ്ത്. ഓക്കെ. ഇനി നെയിൽ കടിക്കാൻ പാടുണ്ടോ? ഓക്കെ,
നെയില് ബൈറ്റ് ചെയ്യാനായിട്ട് പാടുള്ളത് അല്ല. ഇത്തരം ശീലങ്ങൾ എന്താണ് നമ്മൾ കുട്ടികളിൽ ചെറുപ്പത്തിലെ വളർത്തിയെടുക്കേണ്ടതാണ്. ഇനി ബ്രഷിങ്ങിന്റെ കാര്യമാണെങ്കിലോ ടീത്തിനെ എങ്ങനെയെല്ലാം പ്രൊട്ടക്ട് ചെയ്യാം? രണ്ടു നേരം ബ്രഷ് ചെയ്യാം. പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ വായ കഴുകാം. After meals. Then സ്നാക്സ് എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നിറയെ വെള്ളം കുടിക്കാൻ പറയാം. ഓക്കെ. അധികം മധുരമായിട്ടുള്ള സീഡ്സ് ഒക്കെ ആയിട്ടുള്ള ചോക്ലേറ്റ്സുകളൊക്കെ എന്താണ് അധികം കഴിക്കാതിരിക്കുക. അതൊക്കെ നമ്മുടെ പല്ലിന് എന്താണ് ഡാമേജ് ആക്കുന്നുണ്ട്. ഓക്കെ. then ഹെൽത്തി ആയിട്ടുള്ള പല്ലിന് എന്താണ് ഹെൽത്ത്നെസ് കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള സ്ട്രെങ്ത് ആക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്യുക. പിന്നെ എന്തൊക്കെ ആയിരിക്കാം? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനി ചെവി ആണെങ്കിലോ ചെവി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം? മൗത്ത് വാഷ് ഉപയോഗിക്കാം. ഓക്കെ. ഓക്കെ. ഇയേഴ്സ് ചെവി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം? എങ്ങനെ സംരക്ഷിക്കണം? ചെവിന്റെ ഉള്ളിലൊന്നും ഇടാണ്ട് മേലെ നല്ല വൃത്തിയിൽ തുടച്ചു കൊടുക്കണം. ചെവിക്കകത്തേക്ക് കൈയിടാം. ബാഗൊക്കെ എടുത്ത് വൃത്തിയാക്കണം. ഓക്കെ. then ചെവി കാറ്റ് കയറാതെ നോക്കണം. ഓക്കെ. ലൗഡ് നോയിസ് ചെവി അഫക്ട് ചെയ്യുന്നില്ലേ? എന്താണ് അഫക്ട് ചെയ്യുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഓക്കെ. അപ്പൊ പിന്നെ റെഗുലർ ചെക്കപ്പ് നടത്തേണ്ടതാണ്. നമ്മൾ പറഞ്ഞു കുട്ടികളിൽ ഇത്തരത്തിലുള്ള മെഡിക്കൽ ചെക്കപ്സ് നടത്തുന്നതിലൂടെ ഏർലി സ്റ്റേജിൽ തന്നെ എന്താണ് അവരുടെ അസുഖങ്ങൾ ഡിറ്റക്ട് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അല്ലെ. അപ്പൊ അതേപോലെ തന്നെ കണ്ണിനെ ആണെങ്കിലും എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്? കഴുകണം. വൃത്തിയുള്ള വെള്ളം കൊണ്ട് കഴുകണം ദിവസം. ക്ലീൻ ഫോണിന്റെ യൂസേജ് കുറയ്ക്കാം. ഓക്കെ. ഫോണിന്റെ യൂസേജ് കുറയ്ക്കാം. then TV എങ്ങാനൊക്കെ ഇരുന്ന് കാണുക. വെള്ളത്തിൽ കഴുകുക. ഓക്കെ. then നമ്മൾ കണ്ണിൽ ടച്ച് ചെയ്യാൻ പാടുണ്ട് എപ്പോഴും? ഓക്കെ. ലിമിറ്റഡ് സ്ക്രീൻ ടൈം. അതേപോലെ തന്നെ എന്താണ് റെഗുലർ ചെക്കപ്പ് കണ്ണിനാണെങ്കിലും നടത്തേണ്ടതാണ്. ഓക്കെ. ക്ലിയർ ആണല്ലോ. ഇനി ഡ്രസ്സുകളുടെ കാര്യം ക്ലോത്ത്സിന്റെ കാര്യം എങ്ങനെയാ ശ്രദ്ധിക്കേണ്ടത്? ഓരോ നനഞ്ഞ സീസണിലും വസ്ത്രങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. വൃന്ദ പറയും എന്താ? അനുസരിച്ച് നനഞ്ഞ വസ്ത്രങ്ങൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക. കഴുകി ഉണക്കിയത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ഇൻഫെക്ഷൻ പിടിപെടാനായിട്ട് ചാൻസസ് ഉണ്ട്. സീസൺ വൈസ് ആയിട്ട് ഡ്രസ്സസ് യൂസ് ചെയ്യുക. ഓരോ സീസണിനും അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സുകൾ സെലക്ട് ചെയ്യുക അല്ലേ. ഇപ്പൊ എന്താണ് സമ്മർ സീസൺ ആണെങ്കിൽ മോസ്റ്റ് ഏതാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യേണ്ടത്? ഏത് ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് ആണ്? അയഞ്ഞ വസ്ത്രങ്ങൾ. കോട്ടൺ ഡ്രസ്സസ് ആണ് ക്ലോത്ത്സ് ആണ് കൂടുതലും എന്താണ് നമ്മൾ യൂസ് ചെയ്യാറ്. അതേപോലെ ഏതാണ് എന്തോ അടിവസ്ത്രം ഇട്ട് ഉണക്കി ഇന്നേഴ്സൊക്കെ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് യൂസ് ചെയ്യുക. ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? അധികം ടൈറ്റ് ആയിട്ടുള്ള ലൂസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യാതിരിക്കുക. നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സുകൾ വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇനി വേറെ എന്തെങ്കിലും അയേൺ ചെയ്യുക. ഓക്കെ. ഇതെല്ലാം പേഴ്സണൽ ഹൈജീനിന്റെ ഭാഗമാണ്. പിന്നെന്താണ്? ജീൻസിന്റെ ഉപയോഗം കുറയ്ക്കുക. ഓക്കെ. ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് സൂക്ഷിക്കുക ഇത്തരം ഡ്രസ്സസ്. നമ്മൾ പറഞ്ഞു എന്താണ് ഇപ്പോ ഡ്രസ് ആണെങ്കിലും അല്ലെങ്കിൽ ഹാങ്കർചീഫ് ആണെങ്കിലും ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യണം, ഡ്രൈ ചെയ്യണം. ഓക്കെ. പക്ഷെ ഇത് പ്രോപ്പർ ആയിട്ട് നമ്മൾ സൂക്ഷിക്കണ്ടേ? ഇതെല്ലാം ക്ലീൻ ചെയ്തു, വാഷ് ചെയ്തു, ഡ്രൈ ചെയ്തു. ഇനി നമുക്ക് തോന്നുന്നിടത്ത് വലിച്ചെറിഞ്ഞിട്ടാ ഇതെന്താണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ വീണ്ടും? ഇല്ല. ഇത് പ്രോപ്പർ ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുകയും വേണം. കീപ്പ് ചെയ്യേണ്ടതും എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി കുട്ടികളിൽ എന്താണ് ഹാബിറ്റ്സ് ഓഫ് യൂസ് ഹാങ്കർചീഫ്. ടവൽസ് ഹാങ്കർചീഫുകൾ യൂസ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ്? കുട്ടികൾക്ക് ബാക്ടീരിയ മറ്റുള്ളവർക്ക് സ്പ്രെഡ്. ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും നമുക്ക് ഹാൻഡ് കർച്ചീഫ് വെച്ച് മുഖം മറയ്ക്കാവുന്നതാണ്.
കുട്ടികളിൽ എന്താണ് ഹാങ്കർഷീഫ് യൂസ് ചെയ്യാനായിട്ട് ചെറിയ പ്രായത്തിലെ പഠിപ്പിക്കേണ്ടതാണ്. ഇപ്പൊ സ്കൂളുകളിൽ എസ്പെഷ്യലി ഒരു കുട്ടിക്ക് വന്നാൽ എന്താണ് പെട്ടെന്ന് തന്നെ അടുത്തിരിക്കുന്ന കുട്ടിക്കും എന്താണ് അസുഖം പിടിപെടാനായിട്ട് ചാൻസസ് ഉണ്ട് അല്ലെ? ചെറിയ കുട്ടികളാണ്, അടുത്തേക്ക് കൂടി പോയാൽ മതി അസുഖങ്ങൾ. അപ്പൊ അതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് സ്നീസ് ചെയ്യുമ്പോഴും തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും എല്ലാം എന്ത് വേണം? ഹാൻഡ്കർച്ചീഫ് യൂസ് ചെയ്യണം. യൂസ് ചെയ്യാനായിട്ട് കുട്ടികളെ പ്രോപ്പർ ആയിട്ട് പഠിപ്പിക്കുക. പിന്നെ എന്തെങ്കിലും ഉണ്ടോ അതുമായി ബന്ധപ്പെട്ട്? കൈയൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാലും കൈയൊക്കെ തുടക്കാൻ വേണ്ടിയിട്ട് ഹാൻഡ് വാഷ് യൂസ് ചെയ്യുക. ഡ്രസ്സിലൊന്നും തുടക്കാണ്ട് ഹാൻഡർഷീഫ് യൂസ് ചെയ്യാവുന്നത്. ഓക്കെ ഓക്കെ. ദെൻ വേറെന്തെങ്കിലും ഉണ്ടോ? നമ്മൾക്ക് സെൽഫായിട്ട് തന്നെ പൊടിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാൻഡ് കർച്ചീഫ് കൊണ്ട് മുഖം ഒന്ന് പൊത്തുന്നത് നല്ലതാണ്. ഓക്കെ. ഒരാളുടെ കർച്ചീഫ് മറ്റൊരാൾ ഉപയോഗിക്കാൻ പാടില്ല. വെരി ഗുഡ്. ഒരാൾ യൂസ് ചെയ്ത ഹാൻഡർഷീഫ് എന്താണ് മറ്റൊരാള് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, വെരി ഗുഡ്. ദെൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർച്ചീഫ് നമ്മുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക, അവിടെ ഇങ്ങനെ പൊടിയിലൊന്നും ഇടാതെ. നമ്മുടെ കയ്യിൽ തന്നെ അത് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ ഇതെങ്ങനെ യൂസ് ചെയ്യണം ഹാൻഡർഷീഫ്? വാഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇത് യൂസ് ചെയ്യാനായിട്ട് അല്ലെ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തതിന് ശേഷം പ്രോപ്പർ ആയിട്ട് എന്താണ് സേഫ് ആയിട്ട് അത് സ്റ്റോർ ചെയ്യുക, കീപ്പ് ചെയ്യുകയും വേണം. വേണ്ടേ? ഓക്കെ. അപ്പൊ ഇത്തരത്തിലായിരിക്കണം നമ്മൾ ഇതെല്ലാം പേഴ്സണൽ ഹൈജീനിന്റെ ഭാഗമാണ്. കുട്ടികളിൽ ഇത്തരം ശീലങ്ങൾ ചെറുപ്പത്തിലെ വളർത്തിയെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്ലിയർ ആണോ? കോട്ടൺ ചെയ്യണം, കോട്ടൺ യൂസ് ചെയ്യണം. ഓക്കെ, കോട്ടൺ ആയിട്ടുള്ള ഹാൻഡർഷീഫ് യൂസ് ചെയ്യുക. ഓക്കെ. ഇപ്പൊ നമ്മൾ കുറച്ച് ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ നോസ് ഒക്കെ എന്താണ് എന്ത് പറ്റാൻ ചാൻസസ് ഉണ്ട്? സംഭവിക്കും, പൊട്ടും. ചാൻസസ് ഉണ്ട് അല്ലേ? യൂസ് ചെയ്ത കർച്ചീഫ് തന്നെ പിന്നെ വീണ്ടും വീണ്ടും യൂസ് ചെയ്യരുത്. അത് ഇന്ന് യൂസ് ചെയ്തത് നാളെ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യരുത്. നമുക്ക് നമ്മളെ ഡിസീസിനെ കൂടാൻ സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ അത് വാഷ് ചെയ്യാൻ ഇടാം, പിന്നെ വേറെ കർച്ചീഫ് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടുള്ള കർച്ചീഫ് എല്ലാം കൊടുക്കുന്നതായിരിക്കും നല്ലത്. കുഞ്ഞുങ്ങളുടെ സ്കിൻ സോഫ്റ്റ് ആണ്. അപ്പൊ അവർക്ക് അത്തരത്തിലുള്ള സ്കിന്നിനെ ഡാമേജ് ചെയ്യാത്ത രീതിയിലുള്ള കർച്ചീഫ് മെറ്റീരിയൽസ് കൊണ്ടുള്ള കർച്ചീഫുകൾ കൊടുത്തിടുക. ഓക്കെ. ദെൻ സജിത്ത്. സോ ഇതോടുകൂടി എന്താണ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അപ്പൊ ഇതിന്റെ MCQ എന്താണ് കേൾക്കാം. അതേപോലെ തന്നെ ചെറിയൊരു അസൈൻമെന്റ് തരുന്നുണ്ട്. അതെല്ലാവരും എന്താണ് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. എന്നത്തേക്ക്? നെക്സ്റ്റ് ക്ലാസ് എന്നാ നമ്മുടെ? ട്യൂസ്ഡേ ഒഴിവാണ് അല്ലേ? അടുത്ത സൺഡേ. ഡേറ്റ്സ് എന്താടാ? ഡേറ്റ്സ് 10. എന്നാണ്? 24 22. അടുത്ത സൺഡേ. അടുത്ത ക്ലാസ് എന്തോ 24 അടുത്ത ക്ലാസ് 24. ഓക്കെ, അപ്പോഴേക്ക് എന്താ സബ്മിറ്റ് ചെയ്യാം പോരെ? 14 ഡേയ്സ് കിട്ടും. ഓക്കെ മാം. ലീവ് അതൊക്കെ ഇൻഫോം ചെയ്യോടാ. അപ്പൊ ആ ടോപ്പിക് എഴുതിക്കോളൂ, അസൈൻമെന്റിന്റെ ടോപ്പിക് എഴുതിക്കോളൂ. ഡെവലപ്പ് എന്തോ ടോപ്പിക് കൂടില്ലേ മറ്റേതിലെ ക്ലാസ് റൂമിലെ? ഇടും. Develop a visual guide for children that outline a simple daily personal hygiene routine. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ അപർണാമിസിന്റെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തെന്ന് തോന്നുന്നല്ലേ? ചെയ്തില്ലേ നിങ്ങള്? ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് അസൈൻമെന്റ് ആണ്. അല്ല മാം 2 തവണ തന്നിട്ടുണ്ട്. മെന്റൽ ഹെൽത്ത് എന്നൊക്കെ
മെന്റൽ ഹെൽത്തിന്റെ അല്ലേ? യോഗ യോഗന് സ്നാക്സിനും പ്രിപ്പയർ പറ്റും. ചെയ്യാനും. ഇതിന്റെ ചെയ്തായിരുന്നു, ഈ ചാപ്റ്ററിലെ ഇത് ചെയ്തായിരുന്നു, ഡെവലപ്പ് എ വിഷ്വൽ ഗൈഡൻസ്. നോ ഇല്ല ചെയ്തിട്ടില്ല. എഴുതിക്കോളൂ, എഴുതിക്കോളൂ. ഡെവലപ്പ് എ വിഷ്വൽ ഗൈഡ് for children that outlines clear ആയില്ലട മെസ്സേജ്. Develop a visual guide for children that outlines a simple daily personal hygiene routine. A simple daily personal hygiene routine. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു A4 ഷീറ്റ് എടുക്കുക, അതിൽ ടോപ്പിക് എഴുതുക, പിന്നെ എന്ത് ചെയ്യാം? വിഷ്വൽ ഗൈഡാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഒരു കുട്ടിക്ക് പെട്ടെന്ന് കണ്ടാൽ എന്താണ് ആ കാര്യങ്ങൾ മനസ്സിലാകണം. വേണ്ട ഡെയിലി ലൈഫിൽ നമ്മൾ ഒരു ദിവസം എന്തെല്ലാം കാര്യങ്ങൾ ഹൈജീനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫോളോ ചെയ്യണം. അതിന്റെ ചെറിയൊരു പിക്ചർ ഞാൻ പിക്ചറെല്ലാം ഒട്ടിക്കൊണ്ടുവന്നേരോ. പിക്ചർ എന്ത് ചെയ്യാ? പേസ്റ്റ് ചെയ്യുക. അതിന്റെ നേരെ ആക്ടിവിറ്റിയുടെ പേരും കൂടി എഴുതാം. ക്ലിയർ ആണോ? ഓക്കെ മാം. ചെയ്യുന്ന ഒരു പിക്ചർ ഒട്ടിക്കുക, അതിന്റെ നേരെ എന്താണ് ആക്ടിവിറ്റി, അതിന്റെ പേര് എഴുതുക. ഓക്കെ, ഒന്നുകൂടെ ആണ് പറയാമോ? ഡെവലപ്പ് a visual guide for children that outlines a simple daily personal hygiene routine. ക്ലാസ് റൂമിൽ ഇട്ടേക്കാട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻ അസൈൻമെന്റ്. മാം എത്ര ആക്ടിവിറ്റി ഫേസ് ചെയ്യണം? എത്ര ആക്ടിവിറ്റി വേണം? നമ്മൾ ഒരു ഡേയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഫോളോ ചെയ്യാറുണ്ട്, അതിന്റെ എല്ലാത്തിന്റെയും കിട്ടുന്നതൊക്കെ ചെയ്യാം കേട്ടോ. എന്തോ അതിനെ കുറിച്ച് ചെറുതായിട്ട് പാരഗ്രാഫ് വല്ല എഴുതണോ? ഈ ഹൈജീനെ കുറിച്ച് ജസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് മാത്രം എഴുതിയാൽ മതി. പിക്ചറിന് നേരെ അതിന്റെ പേര് കൂടി എഴുതാം. ഓക്കെ, പിക്ചർ വരയ്ക്കാൻ വേണ്ട വരയ്ക്കാൻ കഴിയുന്നവരാണെങ്കിൽ വരച്ചാലും മതി കേട്ടോ. പിക്ചർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വരയ്ക്കാം. ഓക്കെ, നമുക്കിനി ചെറിയൊരു ഓക്കെ അല്ലേ? ഇത് ക്ലിയർ അല്ലേ അസൈൻമെന്റ്? യെസ് മാം. ഓക്കെ, നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ഒന്നും കൂടെ പറയോ? 24th. ഓക്കെ, പിന്നെ ഇനി ആക്ഷൻ സോങ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ആക്ഷൻ സോങ് ചെയ്യാത്തവരാരൊക്കെയാ? ഒത്തിരി പേരുണ്ടല്ലോ ചെയ്യാത്തത്. ഡെവലപ്പ് വിഷ്വൽ ഗൈഡ് ഫോർ. ഞാൻ ചെയ്തിട്ടില്ല മാം, ഞാൻ പുറത്താണ്. ഞാൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, പേര് പറയാവോ? ഫർസാന. ഓക്കെ. Hello my dear children. Let's learn traffic light. Traffic light. Red light, what you say? I say stop, away. Yellow light, what you say? I say wait. Yellow light, what you say? I say wait, right each away. Green light, what you say? I say stop, go away. ഫർസാന, ചെറിയൊരു ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ടെൻഷൻ ഉണ്ടോ? ഇല്ല. ഓക്കെ, ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് ടൈം ആവുമ്പോഴേക്കും നമുക്ക് എന്താണ് നല്ല കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാനൊക്കെ കഴിയും. ഫസ്റ്റ് ടൈം അല്ലേ? മാം ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ. Then who is next? മ്യൂട്ട് ചെയ്തോളൂ.
ഞാൻ നെക്സ്റ്റ് മിഥുന. ഓക്കെ, മിഥുന നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ദെൻ ഹെൽത്തി ആക്ഷൻ സോങ് പറഞ്ഞിരുന്നില്ലേ? മിസ് ഞാൻ ചെയ്യാം. മിസ്, ഓക്കെ, ചെയ്തോളൂ ചെയ്തോളൂ. hi my dear children. Today I am going to sing our vegetables. Vegetables make our sorry ma'am, vegetables make me healthy and wise. I will eat them daily with roti and rice. Tomatoes are red, peas are green. Brinjals has a crown just like a queen. Tomatoes are red, peas are green. Brinjal has a crown just like a queen. Potatoes are brown, onions are pink. Carrots have a juice that I can drink. Potato are brown and onion are pink. Carrots have a drink that I can. Okay, ma'am. ഓക്കെ രഞ്ജിനി, അപ്പൊ നമുക്ക് ഈ ഒരു ആക്ഷൻ സോങ് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കാം? വെജിറ്റബിൾസിന്റെ നെയിം, നെയിംസ് പഠിപ്പിക്കാം. ഓക്കെ, കളേഴ്സ്, വെജിറ്റബിൾസിന്റെ കളേഴ്സ്, കളർ പഠിപ്പിക്കാം. ഓക്കെ, ദെൻ ഷേപ്പ് പഠിപ്പിക്കാം. ഷേപ്സ്. വെജിറ്റബിൾസ് ഹെൽത്തി ആണ്, നമ്മുടെ ഹെൽത്തി ഫുഡാണ്. ഏതൊക്കെയാണ് ഹെൽത്തി ഫുഡ് ഐറ്റംസ് എന്ന് പഠിപ്പിക്കാം. ഓക്കെ, വെരി ഗുഡ് രഞ്ജിനി. ഫസ്റ്റ് ടൈം എല്ലാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് വിളിച്ചാൽ എന്താണ്? എന്റെ അച്ഛൻ മരിച്ചട്ടെ കുറച്ച് ദിവസം ആയിട്ടുള്ളു. ഞാൻ ആകെ ഒരു ഓക്കെ രഞ്ജിനി. ഓക്കെ, then who is next? പ്രജിത. റെഡി ആണോ പ്രജിത? ഞാൻ പ്രോപ്പർട്ടീസ് ഒന്നുമില്ല, ഞാൻ ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ, അഞ്ജന. അഞ്ജനയല്ലേ പറഞ്ഞത്? ഓക്കെ അഞ്ജന. മൈക്ക് ഓൺ ആക്കട അഞ്ജന, മൈക്ക്. Early to bed, early to rise. Wish good morning, wish good night. Follow good habits and be a good child. Follow good habits and be a good child. Bath every day, brush your teeth, comb your hair and cut your nails. Follow good habits and be a good child. Follow good habits and be a good child. Wash your hands before and after meal. Fight with germs and keep yourself clean. Follow good habits and be a good child. Follow good habits and be a good child. Thank you, ma'am. നന്നായിട്ടുണ്ടായിരുന്നു അഞ്ജന, നന്നായിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. മാം ഞാൻ പറയാല്ലേ? പേരെന്താടാ? ഫൈസീന. ഫൈസീന. ഓക്കെ. കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഒരാളും കൂടി ഉണ്ടല്ലോ. അതെ. This is big, big, big. This is small, small, small. This is tall, tall, tall. This is short, short, short. This is speed, speed, speed. This is slow, slow, slow. This is yes, yes, yes. This is no, no, no. Thank you, ma'am. ഓക്കെ ഫസീന, നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആക്ഷൻ സോങ് ആയിരുന്നു അല്ലേ? ഓക്കെ, എനിവേ എടുത്തു വെച്ചായിരുന്നു, പക്ഷെ എല്ലാം എടുത്തായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് ചെയ്യാം, പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യാം കേട്ടോ. വേറെ ആരാ? മാം ഞാൻ പുറത്താണ്, പക്ഷെ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ള, അത് ഷെയർ ചെയ്തോട്ടെ? നോക്കാം.
മിസ് ഇത് എങ്ങനെ ഷെയർ ചെയ്യാ? ആക്ച്വലി എനിക്കറിയില്ലാടാ അത്. കഴിയണില്ല, ഞാൻ ശ്രമിച്ചു നോക്കി, പക്ഷെ വൈകുന്നേരം ഓക്കെ. വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരാ ചെയ്യുന്നത്? പേരെന്താ? പ്രജിത. 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 ഓക്കെ പ്രജിത. Rolling, 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 up, up, up. Rolling, 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 down, down, down. Rolling, 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 right, right, right. Rolling, 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 left, left, left. Rolling, 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 in, in, in. Rolling, 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 out, out, out. Rolling, 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 stand, stand, stand. Rolling, 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 sit, sit, sit. Okay, teacher. സ്പീഡ് കൂടി പോയി പ്രജിത. ഇച്ചിരി സ്പീഡ് കുറച്ച് അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ നിന്ന് ട്രൈ ചെയ്യാം. ഓക്കെ. നന്നായിരുന്നു. ദെൻ സ്മിത റെഡിയാണോ? റെഡിയാണ്. ഞാൻ ഇപ്പാണ് മാം കയറിയത്. വീട്ടിന്റെ അടുത്ത് ക്ലാസ് കഴിഞ്ഞിട്ടില്ല. വീടിന്റെ അടുത്ത് കുറച്ചൊന്നും പോകുമായിരുന്നു. കാണുന്നില്ല മാം? കാണാം കാണാം. Good morning, dear children. Hello, hello. How are you? Are you fine? കഥക്കുന്നോട് പറഞ്ഞോട്ട്. ഒരു മിനിറ്റ്. Big and small. Big board, small board. Board, small. Roly, big. Roly, small. Look here. Tall, short. This is tall. This is short. Tall and short. Look here. Long, short. Then long, short. Long. Tick. Short. Tick. Thank you, ma'am. ഓക്കെ സ്മിത നന്നായിട്ടുണ്ടായിരുന്നു. പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്തു. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ജിസ്ന റെഡിയാണോ? ജിസ്ന. യെസ് മാം. Healthy food, who are you? Healthy food, who are you? I am one of good for you. I am the one of good for you. I am make a grow and tall. I am make a grow and tall. Give a energy all of day. Junk food, who are you? Junk food, who are you? I am one of bad of you. I am one of bad of you. I am very sick, weak and very sicky. Become lazy, not good cookie. ഓക്കെ ജിസ്ന, എന്താണ് ബുക്കിൽ നോക്കണോ ആക്ഷൻ കാണിക്കണോ? മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആണല്ലേ? ഓക്കെ, നെക്സ്റ്റ് ടൈം എന്താണ് ബൈ ഹാർട്ട് ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ആ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഫസ്റ്റ് ടൈം ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ദെൻ ഹരിപ്രിയ. മിസ് ഞാൻ നജീറ ചെയ്യാൻ പറ്റും? ഹരിപ്രിയ ചെയ്യും, നജീറ നെക്സ്റ്റ് ചെയ്യാം. ഓക്കെ. Daddy finger, where are you? Here I am. How do you do? Vrinda, mute ചെയ്യൂ please. ഓക്കെ, ഹരിപ്രിയ സ്റ്റാർട്ട്. Daddy finger, where are you? Here I am. How do you do? Mummy finger, where are you? Here I am. How do you do?
Brother finger, where are you? Here I am, how do you do? Sister finger, where are you? Here I am, how do you do? Baby finger, where are you? Here I am, how do you do? കഴിഞ്ഞു. ഓക്കെ ഹരിപ്രിയ, നന്നായിട്ടുണ്ടായിരുന്നു. ഇച്ചിരി സ്പീഡ് കൂടിപ്പോയി, അതൊഴിച്ചാലും നല്ലതായിരുന്നു കേട്ടോ. ആ ഓക്കെ ദെൻ പിന്നെ ആരായിരുന്നു? നജീറ. മാഡം നല്ല കോൺഫിഡൻസ് കുറവുണ്ട്. നമുക്ക് ശരിയാക്കി എടുക്കാം, അതൊക്കെ ശരിയാക്കാം. Okay. Hello, children. Hello, how are you? Hello, how are you? How are you today? I am good. I am great. I am good. I am great. I am good. I am great. I am good. I am just a great. I am good. I am great. I am very well today. Hello, how are you? Hello, how are you? How are you today? I am hungry. I am tired. I am hungry. I am drunk. Hello, I am hungry. I am tired. I am not so good today. Hello, how are you? ആണോ കോൺഫിഡൻസ് കുറവാണെന്ന് പറഞ്ഞത്? നന്നായിട്ട് ചെയ്തു നജീറ. Okay, thank you, miss. നന്നായിട്ട് ചെയ്തിട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. ദെൻ വൃന്ദ ചെയ്തതാണോ? വൃന്ദ ചെയ്തു മിസ്സേ. ഓക്കെ ദെൻ വേറെ ആരാ? മാം ഞാൻ ചെയ്യാം. പേരെന്താ? ദിൽഷ ആണോ? യെസ്. ഓക്കെ ചെയ്തോളൂ. കാണില്ലേ? Square and circle, triangle, rectangle and oval, heart and heart, star and heart. പെട്ടെന്ന് കഴിഞ്ഞല്ലോ ദിൽഷ. നല്ലതായിരുന്നു, നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. ഇതിന്റെയൊക്കെ ആ ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്ട്സ് കാണിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് അത്തരം കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പിക്ചർ വരച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ആണോ? ഓക്കെ ദെൻ ഹൂസ് നെക്സ്റ്റ്? വേറെ ആരാ? വേറെ ആരും ഇല്ല ചെയ്യാനായിട്ട്? ബാക്കി എല്ലാവരും ചെയ്തതാണോ? മിസ് നമുക്ക് ഏത് സോങ് ആണെങ്കിലും പാടാൻ പറ്റുമോ? ആക്ഷൻ സോങ് ആയിട്ട്, അതായത് വല്ല പ്രോപ്പർട്ടീസ് വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏത് വേണമെങ്കിലും ചെയ്യാം. ഫാത്തിമ എന്നാണോ പേര്? എന്താ പേരെന്താ? ആദ്യമായിട്ടാണ് മിസ്സേ, ആദ്യമായിട്ടാണ് പറഞ്ഞത്. കുറച്ചൊരു ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ Hello friends, hello my dear students. Today I will sing a sheep song. Baba, black sheep, have you any wool? Yes sir, 3 bags full. One for the master and one for the dame. One for the little boy who lives on the lane. പെട്ടെന്ന് കഴിഞ്ഞു ഫഹ്മിദ, ഭയങ്കര സ്പീഡായി പോയി. ഫസ്റ്റ് ടൈം അല്ലേ, കുഴപ്പമില്ല. നെക്സ്റ്റ് ടൈം ഒക്കെ ആവുമ്പോ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കുറച്ചുകൂടി സ്ലോവിൽ ഇത് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. ഓക്കെ ദെൻ വേറെ ആരാ? ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടോ? ആക്ഷൻ സോങ് ചെയ്യാനുണ്ടോ?
എല്ലാവരും ചെയ്തതാണോ ആക്ഷൻ സോങ്? ചെയ്തിന് മാം. ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ, ആരൊക്കെ ചെയ്യാത്തത്? നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാന്ന് കുറെ പേര് പറഞ്ഞിരുന്നല്ലോ, ആരൊക്കെയാ അത്? മാം ഞാൻ ചെയ്തില്ല, എനിക്ക് പനിയാണ്. ഓക്കെ ജാസ്മിൻ. അപ്പൊ ജാസ്മിനെ നെക്സ്റ്റ് ക്ലാസ്സിൽ പനിയൊക്കെ മാറിയിട്ട് ചെയ്യാം. ദെൻ സന. ഞാൻ ചെയ്തതാണ്. ഞാൻ ക്ലിയർ ആയില്ലട്ടോ, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അഹല്യ. ഓക്കെ, അഹല്യ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. വേറെ ആരാ? മാം ഞാൻ ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ. പേര് പറഞ്ഞ പേര് എനിക്ക് ക്ലിയർ ആവുന്നില്ല. ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി നെക്സ്റ്റ് ക്ലാസ്സിലുണ്ട്. ദെൻ അനീസ. ഓക്കെ, അനീസ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. ദെൻ ഫാത്തിമ. ഞാനും നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ മസ്റ്റ് ആയിട്ട് എന്താ ചെയ്യാനായിട്ട് ശ്രമിക്കാം, ട്രൈ ചെയ്യാം കേട്ടോ. പനിയൊക്കെ മാറിക്കഴിഞ്ഞാല്, ആരായിരുന്നു പനി? ജാസ്മിൻ അല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ മാറുകയാണെങ്കിൽ ചെയ്യാം. ഓക്കെ, ബാക്കി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു ആക്ഷൻ സോങ് എടുക്കുക. കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ആക്ഷൻ സോങ്. പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്താണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും കണ്ടിരിക്കാനും പഠിച്ചെടുക്കാനൊക്കെ അല്ലേ. അപ്പൊ അത്തരത്തിലുള്ള ആക്ഷൻ സോങ് ഒക്കെ സെലക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാം. ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. നെക്സ്റ്റ് ചാപ്റ്റർ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ മേ ബി മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഓക്കേടാ, ഇതിന്റെ സിലബസ് കയ്യിലുണ്ടോ? ഇപ്പൊ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ പേഴ്സണൽ ഹൈജീൻ സെക്കൻഡ് ആയിരുന്നില്ലേ, യൂണിറ്റ് 2. ആൻഡ് തേർഡ് ചാപ്റ്റർ ഏതാ നോക്കിയിട്ട് പറയാമോ ആരെങ്കിലും? തേർഡ് ചാപ്റ്റർ ഓക്കെ, അത് എടുക്കാം. നമുക്ക് തേർഡ് ചാപ്റ്റർ എടുക്കാം. ചാപ്റ്റർ ഫുഡ് അല്ലേ? മാം കഴിഞ്ഞ ക്ലാസ്സിൽ മാം 1 വേർഡ് ക്വസ്റ്റ്യൻസ് തരാന്ന് പറഞ്ഞായിരുന്നു. ഈ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞിട്ട് MCQ ഇടുന്നതിനേക്കാൾ മുപ്പാടായിട്ട് 1 വേർഡ് ക്വസ്റ്റ്യൻസ് തരാം. സീരിയസ്, സോറി ഞാൻ വിട്ടുപോയത്. MCQ കൂടാതെ നിങ്ങൾക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ് വേണമെന്ന് പറഞ്ഞിരുന്നല്ലേ, ഞാൻ മറന്നുപോയ കാര്യം. അപർണ മിസ് ഒക്കെ തരാറുണ്ട്. അതെ പറഞ്ഞിരുന്ന എന്നോട് ലാസ്റ്റ് ക്ലാസ്സിൽ, ഞാൻ വിട്ടുപോയ കാര്യം. അപ്പൊ എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ മസ്റ്റ് ആയിട്ട് തന്നേക്കാം. ഓക്കെ, സോറി. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? മെയിൻ ആയിട്ട് എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കാം. പഠിച്ചതില് ഹെൽത്തും ഹൈജീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഹെൽത്ത് എന്ന് പറഞ്ഞ എന്തായിരുന്നു? ശാരീരികവും മാനസികവുമായും ക്ഷേമം നേടുന്നതിന് ഹെൽത്ത് എന്ന് പറയുന്നു. ഓക്കെ, പിന്നെന്തൊക്കെ പഠിച്ചു? ഫിസിക്കൽ ഹെൽത്ത് മാത്രം പോരാ അല്ലേ, മെന്റൽ ഹെൽത്തിനും കൂടി എന്താണ്? സോഷ്യൽ, മെന്റൽ ആൻഡ് ഇമോഷണൽ എല്ലാം കൂടി ചെയ്യുമ്പോഴാണ് അല്ലെ ഹെൽത്ത്, ഒരാൾ ഹെൽത്തി ആണെന്ന് പറയുന്നത്. ഓക്കെ, അയാൾക്ക് എന്താണ് നല്ല ഫിസിക്കലി ഫിറ്റ് ആണ്, പക്ഷെ മെന്റലി അയാൾ തകർന്നിരിക്കുകയാണെങ്കിൽ അയാൾ ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തെങ്കിലും ക്രൈസിസിലൂടെ ടെൻഷനിലൂടെ ഒക്കെ കടന്നു പോകുകയാണെങ്കിൽ അയാൾ എങ്ങനെയാണ്? ഹെൽത്തി അല്ല അല്ലെ. മെന്റൽ ഹെൽത്തിനും അവിടെ ഇമോഷണൽ ഹെൽത്തിനും എല്ലാം എന്താണ്, എല്ലാത്തിനും പ്രാധാന്യമുണ്ട്. ഓക്കെ, പിന്നെന്തായിരുന്നു? ഹൈജീൻ എന്താണെന്ന് പഠിച്ചു. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ പ്രാധാന്യത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? എന്താ മാം? സ്കൂളിൽ നല്ല തരത്തിലുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. എങ്ങനെയാണ് നല്ല ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം, അതൊക്കെ പഠിച്ചു. ഹെൽത്ത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പഠിച്ചു. ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് ഹെൽത്തുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻസ് നൽകിയിരിക്കണം അല്ലെ. ചെറുപ്പത്തിൽ ഇത്തരം ശീലങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കണം. അതിന് ടീച്ചേഴ്സിനാണെങ്കിലും പാരന്റ്സിനാണെങ്കിലും എന്താണ് കഴിയുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻസ് പല കാര്യങ്ങൾ, പല വിഷയങ്ങളിൽ എന്താണ് നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻസ് ക്ലാസ്സുകൾ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. 1-2 എക്സാമ്പിൾസ് പറയാമോ? എന്തിനെ കുറിച്ചെല്ലാം ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ,
ഹെൽത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹൈജീനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളെ കുറിച്ചും അല്ലെ, ഫുഡ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് കഴിക്കണം, അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം എന്താണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം ക്ലാസ് റൂംസിൽ എന്താണ് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോം ഓക്കെ, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എന്താണ് അവരെ അവെയർ ആക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് പിന്നെ എന്തായിരുന്നു പഠിച്ചത്? ഇൻസൈഡ് ദി സ്കൂൾ. സ്കൂളിന്റെ പ്രാധാന്യം, സ്കൂളിനെ എങ്ങനെയെല്ലാം ഇത്തരത്തിലുള്ള ശീലങ്ങൾ പഠിപ്പിക്കാനായിട്ട് കഴിയും, എങ്ങനെയൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു സ്കൂൾ എന്ന നിലയിൽ, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം അതോറിറ്റീസ്? നല്ലൊരു അറ്റ്മോസ്ഫിയർ ശ്രദ്ധിക്കണം. കുട്ടികളുടെ ഹെൽത്ത് എന്നും ചെക്ക് ചെയ്യണം. അഞ്ജന, ഫസ്റ്റ് എയ്ഡ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാം, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാനൊക്കെ ആയിട്ട്. ഫസ്റ്റ് എയ്ഡ്സ് ഓക്കെ. ദെൻ പ്ലേഗ്രൗണ്ട് എന്തോ ഹെൽത്ത് ചെക്കപ്പ് നടത്തുക സ്കൂളുകളിലെ കുട്ടികൾക്ക്. ചെക്കപ്പ് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടെത്താനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, അങ്ങനെ 2 എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ചാപ്റ്ററിലായിരുന്നില്ലേ അത്? അതെ. ഏതൊക്കെയായിരുന്നു അത്? മയോപ്പിയ ആൻഡ് പയോറിയ, മയോപ്പിയ ആൻഡ് പയോറിയ. ഓക്കെ, ദെൻ പിന്നെ ഔട്ട്സൈഡ് ദി സ്കൂൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ഓക്കെ, ദെൻ സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. ഓക്കെ, ഫുഡ് ആൻഡ് ക്ലോത്ത്. പാരന്റ്സും വീട്ടിലുള്ളവരെല്ലാം ഇന്റീരിയർ ഇതൊക്കെ. വീട് നമ്മൾ നല്ല നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യണം. അതേപോലെ സ്കൂളും സ്കൂൾ പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് എങ്ങനെയായിരിക്കണം? നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ്. ഓക്കെ, വീടും നമ്മുടെ സമൂഹം ഒക്കെ ക്ലീൻ ആയിട്ട് ഇരിക്കണം. ഓക്കെ, സൊസൈറ്റിയും എന്താണ് നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ്. പിന്നെന്തായിരുന്നു പഠിച്ചത്? എന്താണ്, ക്ലിയർ ആയില്ല. റോൾ ഓഫ് ദി സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. എന്തൊക്കെ റോളാ ഉള്ളത് സ്കൂളിന്? സ്കൂള് നല്ല അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യണം കുട്ടികൾക്ക്. പ്ലേ ഗ്രൗണ്ട് ഉണ്ടാവണം നല്ല. ഓക്കെ, പിന്നെ കുട്ടികൾക്ക് നല്ലൊരു നമ്മൾ നേരത്തെ പറഞ്ഞു കുട്ടികൾക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. ഏതെല്ലാം രീതിയിൽ കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കാം? പോസ്റ്റർ ആയിട്ട് പറയട്ടെ, ക്ലിയർ ആണ്. പോസ്റ്റർ ഓക്കെ, ചാർട്ട് ഓക്കെ. ദെൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്താ അഞ്ജന, ക്ലിയർ ആയി? ഡ്രോയിങ്സ് എല്ലാം നമുക്ക് വോളിലെല്ലാം പ്രിന്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഓക്കെ, കൊറോണ വന്ന ടൈമിൽ നമ്മളത് കണ്ടതാണല്ലേ, വോളിലൊക്കെ എന്താണ് ഹോസ്പിറ്റലാണെങ്കിലും എന്താണ് കീപ്പ് ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, ഇതിന് വിഷ്വലൈസേഷൻ. ഓക്കെ, ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സസ്. ഓക്കെ, കാർട്ടൂൺസ്, വെരി ഗുഡ്, കാർട്ടൂൺസ്. ദെൻ കുറച്ചും കൂടി വായിക്കാനൊക്കെ കഴിയുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ബുക്സുകൾ പ്രൊവൈഡ് ചെയ്യാം. ബുക്സ്, മാഗസിൻസ് പോലുള്ള മീഡിയാസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അല്ലേ? ക്ലാസ് റൂമില് കാണിച്ചിട്ട് കുട്ടികളെ തമ്മിൽ ചെയ്യിപ്പിക്കുക. ഓക്കെ, ഡെമോ ക്ലാസ്സസ് കൊടുക്കാം. ഓക്കെ, ദെൻ റോൾ മോഡൽ ആവുക. എങ്ങനെയായിരിക്കും റോൾ മോഡൽ ആയിരിക്കണം. ഓക്കെ, ആക്ഷൻ സോങ്, റേഡിയോ പ്രോഗ്രാംസ്. ഓക്കെ, ആക്ഷൻ സോങ്ങിലൂടെയും അതേപോലെ സ്റ്റോറീസിലൂടെയൊക്കെ, മോറൽ സ്റ്റോറീസിലൂടെയൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് ഹൈജീനെ പറ്റിയുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാവുന്നതാണ്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? കാർട്ടൂൺസ് പറഞ്ഞു, അതേപോലെ തന്നെ ബാലൻസ്ഡ് ഫുഡ് കഴിക്കുന്ന, നല്ല ഫുഡ് കഴിക്കുന്നതിനെ പറ്റിയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ചെറിയ ചെറിയ മാഗസിൻസ് ഒക്കെ ഇല്ലേ, ഇപ്പൊ കളിക്കുടുക്ക, അതിലൊക്കെ കണ്ടിട്ടില്ലേ ലാസ്റ്റ് പേജിലൊക്കെ ഇതേമായി ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറീസ് ഒക്കെ ഉണ്ടാകാറുണ്ടല്ലേ? ഗെയിമുകളിലൂടെ കളികളിലൂടെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കാം. എന്തോ പിന്നെ നമ്മുടെ റെക്കോർഡ് ബുക്കിലെ പ്രയർ മാത്രം എഴുതിയാൽ മതിയല്ലോ, നമ്മൾ പ്രയർ മാത്രം എഴുതിയിരിക്കുകയാണ്. മതി മതി, ഞാൻ പറയാട്ടോ. പിന്നെ എനിക്ക് ചാപ്റ്റേഴ്സ് ഒക്കെ കുറച്ച് എടുത്ത് കഴിഞ്ഞിട്ട് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പ്രയർ എഴുതിയിട്ടുണ്ട്, ആദ്യമായിട്ടാണ് അങ്ങനെ എഴുതുന്നത്. പലർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇംഗ്ലീഷിലായതുകൊണ്ട്.
റഫായിട്ട് എഴുതി വെച്ചിട്ടിരിക്കുകയാണ്. നമ്മള് റെക്കോർഡിലോട്ട് മാറ്റിയിട്ടില്ല. മാമിനെ കാണിച്ചത് കൺഫേംഡ് ആക്കിയിട്ട് എഴുതാന്ന് എഴുതി. മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, അതൊന്നും ബോധർ ചെയ്യണ്ട, അതൊന്നും പ്രശ്നമല്ല കേട്ടോ. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് എന്താണ്, ഒരു നല്ലൊരു പ്രെയർ എടുക്കുക, ഒരു ടോപ്പിക് എടുക്കുക, അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രെയർ എഴുതാം. ഒരു മിനിമം 5 സെന്റൻസ് ആണോ ഞാൻ പറഞ്ഞിരുന്നത്? അതെ. ചെറിയൊരു പ്രെയർ എഴുതുക, അത് റെക്കോർഡിൽ എഴുതുക. ഓക്കെ, ഇതിനപ്പോ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞു. പിന്നെ എന്തായിരുന്നു? പേഴ്സണൽ ഹൈജീനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ച എന്തൊക്കെയായിരുന്നു അത്? പേഴ്സണൽ ഹൈജീനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പഠിച്ചു? ഹാബിറ്റ് ഓഫ് ക്ലിയർനെസ്, പിന്നെ ക്ലീൻ ആൻഡ് ബോഡി ബോഡി ക്ലീൻ ആയിട്ട് സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച്, എങ്ങനെ കീപ്പ് ചെയ്യണം ആയിരുന്നു. ഐ നോസ് ആൻഡ് ക്ലീൻ ഹാബിറ്റ്സ് ഓഫ് ക്ലീൻലെസ്. നീറ്റ് ആയിരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച്, നമ്മൾ നല്ല ഡ്രസ്സ് വെയർ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച്, കുട്ടികളിൽ ഹാങ്കർ ചീഫ് ക്ലോത്ത്സിന്റെ കാര്യം. ഓക്കെ. പിന്നെന്തായിരുന്നു? ഹാങ്കർ ചീഫ്, അതിന്റെ യൂസ് നമ്മൾ കുട്ടികളെ ചെറിയ പ്രായത്തിലെ പഠിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതോടുകൂടി ചാപ്റ്റർ എന്താണ്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ 3rd ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? ഫുഡ് ആൻഡ് ന്യൂട്രീഷ്യസ് സംതിങ് ലൈക്ക് ദാറ്റ്. വാട്ട് വാസ് ഇറ്റ്? ബാലൻസ്ഡ് ഡയറ്റ്. ഓക്കെ, ആ ചാപ്റ്ററിലെ ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് പേജ് റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നോ മാം. ഓക്കെ. അസൈൻമെന്റ് A4 ഷീറ്റിൽ തന്നെ ചെയ്യണമെന്നുണ്ടോ? ചാർട്ടിൽ വരച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ചാർട്ടിൽ ചെയ്യാൻ കുഴപ്പമില്ലടാ, പക്ഷെ ഇത് ഫോട്ടോ എടുക്കുമ്പോൾ ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ A4 ഷീറ്റ് പ്രിഫർ ചെയ്തത്. ഓക്കെ, തീരുമാനിക്കാം, നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള വീഡിയോ എടുക്കാം. എന്തോ മിസ് ഇന്ന് MCQ ഇടുവോ മിസ്സേ? ഇട്ടേക്കാട്ടോ. അപ്പം ക്വസ്റ്റ്യൻ അടുത്ത ആഴ്ചയാണോ മിസ് തരുന്നേ? എന്തോ അടുത്ത ആഴ്ചയാണോ ക്വസ്റ്റ്യൻ തരാമെന്ന് പറഞ്ഞു? ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ എന്തോ വിഷ്വൽ ഗൈഡ് ആക്ടിവിറ്റിയില് വിഷ്വൽ ഗൈഡ് ഫോർ ചിൽഡ്രൻ പറഞ്ഞല്ലോ. അപ്പൊ അതില് നമ്മള് സെലക്ട് ചെയ്യുന്ന ഹാബിറ്റ്സിന്റെ പറ്റി എന്തെങ്കിലും എഴുതണോ? ഇപ്പം ബ്രഷിംഗ് ആണെങ്കിൽ പിക്ചർ മാത്രം. വിഷ്വൽ ഗൈഡ്സ് ഫോർ ചിൽഡ്രൻ അല്ലേ, എല്ലാ കുട്ടികൾക്കും മനസ്സിലാകും എന്താണ് ഉദ്ദേശിക്കുന്നത്. ആ പിക്ചർ കണ്ട് അവർക്ക് എന്താണ് ക്യാച്ച് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഒന്നും എഴുതാനൊന്നുമില്ല, ജസ്റ്റ് പിക്ചേഴ്സ് മാത്രം പേസ്റ്റ് ചെയ്താൽ മതി. പിക്ചർ പേസ്റ്റ് ചെയ്യുക, അതിന് നേരെ ഏത് ആക്ടിവിറ്റി ആണെന്ന്, ഏത് ഹെൽത്തി ഹാബിറ്റ്സ് ആണെന്ന് എഴുതുക. ഓക്കെ, ആണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കാം അവിടെ, അത്രയും മാത്രമേ. ബ്രഷ് ചെയ്യുകയാണെങ്കിൽ, ബ്രഷ് ചെയ്യണ പിക്കാണെങ്കിൽ ബ്രഷ് ട്വൈസ് എ ഡേ അങ്ങനെ എഴുതല്ലേ? വേണ്ടടാ, ജസ്റ്റ് ബ്രഷ് ചെയ്യുന്നതിന്റെ പിക്ചർ ഒട്ടിക്കുക, ബ്രഷിംഗ് എന്ന് എഴുതാം. ഓക്കെ മിസ്, മിനിമം എത്ര പേജ് വരെ വരാം മിസ്? കഴിഞ്ഞ പ്രാവശ്യം 2 പേജ് എന്ന് പറഞ്ഞു, ഇപ്രാവശ്യം എത്ര പേജ് വരെ വരാം? 2 പേജ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? അങ്ങനെ പറഞ്ഞില്ലായിരുന്നോ? അതായത് യോഗ അങ്ങനെ ഒരു പേജില് ഇതല്ല, അത് അതെ അസൈൻമെന്റ് ആണ്. അസൈൻമെന്റ് ആണ്. രണ്ടും 2 പേജിൽ ചെയ്യാനല്ലേ പറഞ്ഞത്? ഇത് അങ്ങനെയല്ലല്ലോ. അതിൽ ഈ ആക്ടിവിറ്റി എഴുതുക, അസൈൻമെന്റ് എഴുതുക, ടോപ്പിക് എഴുതുക, പിക്ചേഴ്സ് പേസ്റ്റ് ചെയ്യുക, അതിന് നേരെ എന്താണ് അതിന്റെ പേര് മെൻഷൻ ചെയ്യുക, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് മാക്സിമം എത്ര പിക്ചേഴ്സ് കളക്ട് ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ബൈ. താങ്ക് യു മാം. താങ്ക് യു മാം.